ഇപ്പോൾ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 17 സീരീസ് എത്തിയിട്ടുണ്ട്. 17 എയറും ഉണ്ട്, അതേപോലെ തന്നെ 17 പ്രോ മാക്സും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെയിലിങ്ങിനുള്ളതല്ല, ഇത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസിന് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു 17 എയറിൻ്റെ ഒരു ടിയർ ഡൗൺ കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ധാരാളം റിവ്യൂകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ടിയർ ഡൗൺ കാര്യങ്ങളൊന്നായിട്ടും ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സിലബസാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻബിൽഡ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ വേണ്ടവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. iOS 17 ആണ്, നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളത് ഏതാ സ്ക്രൂസ് വരുന്നത്, നമ്മൾ നോർമൽ 16 15 ഒക്കെ സ്ക്രൂസ് വരുന്ന അതേ പെൻഡലോപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യാണ് സ്ക്രൂസ്, കാരണം നമ്മൾ ബാക്ക് ഡോർ വഴിയാണ് നമ്മളത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്ക്രൂ റിമൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ബാക്ക് ഡോറിൽ അതിൻ്റെ ഒരു ഹോൾസ് വരുന്നുണ്ട്, അതിനൊരു ഫിറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ബാക്ക് ഡോർ വഴിയാണ് നമ്മളത് ഓപ്പൺ ചെയ്യുന്നത്, ബോർഡ് ഓപ്പൺ ചെയ്യുന്നത് ബാക്ക് ഡോർ വഴിയാണ്. ഇനി അതിനുശേഷം നമ്മളത് ഹീറ്റാക്കാൻ വേണ്ടി വെക്കുകയാണ്, ഹീറ്റിംഗ് പാഡിൽ വെക്കുകയാണ്. ഒരു 90 ഡിഗ്രി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഹീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഗമ്മൊന്ന് ലൂസായി കിട്ടും. അത്യാവശ്യം ഹീറ്റായിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാണ്, ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യണത്. അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ മറ്റേ മെഷീനൊന്നും ഇല്ലയെന്ന് വിചാരിക്കേണ്ട, ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് അതിനെക്കൊണ്ട് നമ്മൾ ഇതിൽ ചെയ്യാണ്. ഇനി അതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ട് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞിട്ട് നമ്മൾ പറയരുത്. കാരണം നമുക്കിത് ഇങ്ങനെ ചെയ്തിട്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതിനെ കൊണ്ടാണ്. മറ്റേത് നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കൊണ്ടാ ചെറുതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒഴിച്ചിട്ടുള്ളത് ഇതാ, ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൈഡിലുള്ള ഗമ്മൊക്കെ ഒന്ന് ലൂസായി കിട്ടും. ബാക്ക് ഡോറിൽ വേറെ ഫ്രെയിം കാര്യങ്ങളൊന്നും വരുന്നില്ല, സ്ട്രൈറ്റാണ് വരുന്നത്. വയർലെസ്സിൻ്റെ ഫ്ലക്സ് വരുന്നത് ഇതാ ഇവിടെ വരുന്നത്. ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ്, വയർലെസ്സിൻ്റെ ഫ്ലക്സ് കാര്യങ്ങളൊക്കെ പാടെ സിംഗിൾ ഒരു ഫ്ലക്സ് വഴിയാണ് ഇങ്ങനെ വരുന്നിട്ടുള്ളത്. എന്താ ക്യാമറ കുറച്ച് പൊന്തിട്ടാണ്, നമ്മൾ നോർമൽ ബോർഡ് ലെവലിൽ നിന്ന് കുറച്ച് പൊന്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ക്യാമറയ്ക്ക് കൂടെ നിൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ബാക്ക് ഗ്ലാസ്സിൽ ഇത്ര ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്ക് ഗ്ലാസിൻ്റെ ഇവിടെ കണ്ട കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മളെ ബോർഡ് ലെവലിൽ നിന്ന് ഈ ഒരു ക്യാമറ കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ മൊഡ്യൂൾസ് കാര്യങ്ങളൊക്കെ സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഇതിലൊരു വെറൈറ്റി കാര്യം നമ്മൾ വെച്ചിട്ടുള്ളത്, നമ്മളിപ്പോൾ മുകളിലെ സ്പീക്കർ മാത്രമേ കാണുന്നുള്ളൂ, താഴെ സ്പീക്കറുകളൊന്നും കാണുന്നില്ല, റിങ്ങറുകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് സിംഗിൾ സ്പീക്കറാണെന്നാണ് നമുക്ക് അറിവുള്ളത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ നമ്മൾ റിയലായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. സിംഗിൾ സ്പീക്കറാണ്, 2 സ്പീക്കർ വരുന്നില്ല. നമ്മളൊന്ന് യൂട്യൂബ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് മാത്രമേ, ഈ സൈഡിൽ നിന്ന് മാത്രമേ സൗണ്ട് വരുന്നുള്ളൂ. സിംഗിൾ സ്പീക്കറാണ്. അടിയിൽ വേറെ റിങ്ങർ വരുന്നില്ല. സാധാരണ ഇങ്ങനത്തെ യൂട്യൂബിലെ സൗണ്ടൊക്കെ നമ്മൾ അടിയത്തെ സ്പീക്കർ റിങ്ങർ വഴിയാണ് നമ്മൾ കേൾക്കേണ്ടത്, പക്ഷെ അത് റിങ്ങർ ഇതിലില്ല. അപ്പോൾ പിന്നെ താഴെയുള്ളത് വരുന്നത് ടാപ്റ്റിക് എഞ്ചിൻ വരുന്നുണ്ട്, വലിയൊരു ടാപ്റ്റിക് എഞ്ചിൻ വരുന്നുണ്ട്.
പിന്നെ ബാറ്ററിയുടെ ഷേപ്പ് വരുന്നത് നോർമൽ പോലെ അല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് വരുന്നത്. പിന്നെ ബാറ്ററിക്ക് ഓപ്പണിങ്ങിന് വേണ്ടി 2 ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഓപ്പണിങ് പല ആൾക്കാർക്കും ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കലുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ പുതിയ ടൂളൊക്കെ വാങ്ങണ്ടേ അങ്ങനെയൊക്കെ വിചാരിക്കലുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് നോർമൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്നും പുതിയ ടൂൾസിനൊന്നും ആവശ്യമില്ല. എന്തായാലും നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാം ബോർഡ്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ചില ആളുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യൽ. അപ്പോൾ ഇതിൽ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് ഇങ്ങനെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. അല്ലാത്തവർക്ക് ബ്ലേഡ് വെച്ചിട്ടാണ് ബ്ലേഡ് വെച്ചിട്ടൊക്കെ നമ്മൾ ഹാൻഡ് സ്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പണിങ് ക്ലോസിങ് ഒക്കെ ചെയ്യേണ്ടത്. ഒക്കെ ഓരോരുത്തരുടെ വീഡിയോ നോക്കി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ ബാറ്ററി മേൽ ഇതിൽ MA ചെയ്തിട്ടില്ല. ബാറ്ററിൻ്റെ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്. മെറ്റൽ ഫ്രെയിമാണ് വരുന്നത്, മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഓക്കെ, എല്ലാം ഓക്കെയാണ്. പക്ഷേ MAH ഇതിമേൽ കൊടുത്തിട്ടില്ല, മുകളിൽ കൊടുത്തിട്ടില്ല. ഇനി താഴത്ത് കൊടുത്തിട്ടുണ്ടോ അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്യാമറ കവർ ചെയ്യാം. ക്യാമറയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്യാം. ഇത് രണ്ടും വൈറ്റ് സ്ക്രൂ ആണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ബാറ്ററി കണക്ടർ വരുന്നത് ഇതാ പ്ലസ് മൈനസ് എന്ന് കറക്റ്റായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളതൊന്ന് ഡിസ്കണക്ട് ചെയ്യാണ്. ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ സ്വിച്ച് ഓഫ് ആക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കൊണ്ടാണ് നോർമലി ചെയ്യേണ്ടത്. എക്സ്പീരിയൻസുള്ള ആളുകൾ എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ ഇല്ലാത്ത ആളുകൾ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചെയ്താൽ ബോർഡ് റെഡായി പോകും. ബോർഡ് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബാക്ക് ഗ്ലാസ് റിമൂവ് ചെയ്യാം. ഈ ഒരു ബാക്ക് ഗ്ലാസ്സിൽ വരുന്നത് ഇതിൻ്റെ ഒരു വയർലെസ് ഫ്ലക്സ് വരുന്നുണ്ട്, NFC ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയർ ക്യാമറൻ്റെ മൈക്കും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാക്ക് ഗ്ലാസ്സിൽ വരുന്നത്. പിന്നെ ഇതാ ചെറിയ ചെറിയ ലോക്കുകളും ഉണ്ട്. ഗമ്മ് നോർമൽ ഗമ്മാണ്, വാട്ടർ പ്രൂഫിൻ്റെ ഗമ്മ് ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ബാറ്ററി റിമൂവ് ചെയ്യുന്ന ടെക്നിക്കാണ് കാണിക്കാൻ പോകുന്നത്. ബാറ്ററി റിമൂവ് ചെയ്യുമ്പോൾ ചൈനക്കാരുടെ വീഡിയോയിലൊക്കെ അവർ ഒരു ടൂളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ കാണിക്കും. പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കതിൻ്റെ പ്രവർത്തനം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
നമ്മുടെ കയ്യിലുള്ള പവർ സപ്ലൈ വെച്ചിട്ട് പോലും നമുക്കിത് ഓപ്പൺ ചെയ്യാം. ആക്ച്വലി ഇതൊരു മെറ്റൽ പ്ലേറ്റ് ആണ്. ഈ മെറ്റൽ പ്ലേറ്റിലേക്ക് നമ്മൾ വോൾട്ടേജ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോർമലി അത് ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ അടിയിലുള്ള ഗമ്മ് ലൂസാവുമ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതെത്ര ഉള്ളൂ അതിൻ്റെ ഒരു ടെക്നിക്ക്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. അത് പവർ സപ്ലൈയിലാണ് എടുക്കുന്നത്, അല്ലാതെ മെഷീൻസോ ടൂൾസോ വേറെ ഒന്നും ഉപയോഗിക്കണില്ല. അപ്പോൾ ഇതിലിപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒരു തല 2 ഗമ്മാണ് വരുന്നത്, അതുകൊണ്ടാണ് 2 ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് വേറെ മെഷീൻസും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളെ പവർ സപ്ലൈയിൽ 9 വോൾട്ട് ആക്കുക, ഒരു 3 ആംപിയർ കൊടുക്കുക. ഒരു 60 to 70 സെക്കൻഡ്സ് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു പോയിൻ്റ് ഗ്രൗണ്ടിലും ഒരു പോയിൻ്റ് ഈ ഒരു പോയിൻറ്റിലും ടച്ച് ചെയ്ത് പിടിക്കുക. അങ്ങനെ 2 പോയിൻറ്റിലോ 60 അല്ലെങ്കിൽ 70 സെക്കൻഡ്സ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അത് ഗമ്മ് ലൂസാവും. ഓക്കെ, വേറെ മെഷീൻസിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. എന്നിട്ടിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ബാറ്ററി റിമൂവ് ചെയ്തപ്പോൾ നല്ല ഷേപ്പ്, ഈ ഒരു ഷേപ്പിലാണ് ബാറ്ററി വരുന്നത്. വളരെ തിന്നാണ്, ഇപ്പോൾ കൂടുതൽ mAh ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ mAh കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. 3149 mAh ആണ് ഇതിൽ കാണിക്കുന്നത്. അത് 3000 mAh ഉള്ളൂ, 3100 mAh ഉള്ളൂ ഇത്. ഈ ഒരു ബാറ്ററി ഐഫോൺ എയറിൽ 17 എയറിൽ ഇത്രേ വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ബോർഡ് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ റിമൂവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ അപ്പർ സെക്ഷൻ നന്നായിട്ട് റിമൂവ് ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ്, നമ്മളത് വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഫേസ് സൈഡിൻ്റെ ഫ്ലെക്സുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്, അതുപോലെ ഫ്രണ്ട് ക്യാമറ വരുന്നത് എല്ലാം ഇതിലാണ് വരുന്നത്. 2 കണക്ടറാണ് വരുന്നത്. ഇത് ഫ്രണ്ട് ക്യാമറൻ്റെ, അതുപോലെ തന്നെ ഇത് രണ്ടും ഫേസ് സൈഡിൻ്റെതാണ് വരുന്നത്. കാരണം തന്നെ നേരെ പോയി സ്റ്റിക്കർ ഒട്ടിക്കാം. അതേപോലെ തന്നെ ഈ ഡിസ്പ്ലേൻ്റെ ഈ ഒരു ഭാഗത്തും കൂടി കവർ ചെയ്ത് വെക്കട്ടോ. സ്പീക്കർ റിമൂവ് ചെയ്യാം കേട്ടോ. സ്പീക്കറിന് ഈ ഒരു വലിയ സ്ക്രൂ ആണ് വരുന്നത്. ടോട്ടൽ നമ്മൾ ഇതിൽ വരുന്ന 17 എയറിൽ വരുന്ന സ്പീക്കർ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, വേറെ ഒരു സ്പീക്കർ ഇതിൽ വരുന്നില്ല. ഇത് ബ്ലൂടൂത്ത് ആൻറ്റിനയും കാര്യങ്ങളൊക്കെ വരുന്ന ഫ്ലെക്സ് ആണെന്ന് തോന്നുന്നുണ്ട്, കൺഫേം അല്ല. ഇതാണ് ഇതിൻ്റെ റിങ്ങറിൻ്റെ കണക്ഷൻ, സ്വിച്ചുകളുടെ കണക്ഷൻസ്, ഫ്ലെക്സുകൾ വരുന്നത്.
ചാർജിങ് കണക്ടറിൻ്റെ ഫ്ലെക്സാണ് ഇത് നെറ്റ്വർക്കിൻ്റെ ആൻറ്റിനയാണ്. ആൻറ്റിന ചാർജിങ് ഫ്ലെക്സിലേക്ക് പോകുന്ന ആൻറ്റിനയാണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ ക്യാമറൻ്റെ കണക്ടറാണ്. വേറെ എവിടെയോ ഒരു കണക്ഷനും കൂടെ ഉണ്ട്, അതാണ് കിട്ടാത്തത്. നമുക്ക് നോക്കി വെക്കാം. എന്തായാലും ഇതിന് മദർ ബോർഡ് നമുക്ക് റിമൂവ് ചെയ്യാം. ബോർഡിൽ വരുന്ന സ്ക്രൂ ആണ് കേട്ടോ, ഈ ഒരു കോർണറിൽ. പിന്നെ അതേപോലെ തന്നെ ഒരു ഡബിൾ ഡെക്കർ സ്ക്രൂ വരുന്നുണ്ട്. ഈ ഒരു കോർണറിൽ ഒരു സ്ക്രൂ വരുന്നുണ്ട്. അത് രണ്ടും സെയിം സൈസാണ്. അതേപോലെ തന്നെ ഒരു ഡബിൾ ഡെക്കർ സ്ക്രൂ. ബോർഡ് എടുത്ത് നോക്കാം. ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കണക്ടർ, അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ് സെൻസറിൻ്റെ കണക്ടറെല്ലാം എന്താ ബോർഡിൻ്റെ ഈ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ അതിന് ഒരു ഷീൽഡൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഷീൽഡൊക്കെ റിമൂവ് ചെയ്താലേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡിസ്പ്ലേ മാത്രം മാറ്റുന്ന കേസിൽ നമുക്കത് ചിലപ്പോൾ മൊത്തത്തിൽ ഓപ്പൺ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ ടോട്ടൽ മദർ ബോർഡ് വരുന്നത്, ഐഫോൺ എയറിൻ്റെ ടോട്ടൽ മദർ ബോർഡ് വരുന്നത് ഇതാ ഈ ഒരു രൂപത്തിലാണ്. ഇതാണ് ഇതിൻ്റെ പവർ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ആപ്പിളിൻ്റെ പിക്ചറുള്ള ഇതാണ് ഇതിൻ്റെ പവർ മൊഡ്യൂൾ. ഈ ഒരു പവർ മൊഡ്യൂൾ കാരണമാണ് ഇതിന് ടോട്ടൽ ഇത്ര സൈസിൽ കുറവ് വരുന്നതെന്നാണ് പറയുന്നത്. ഇത്ര വലിയൊരു പവർ മൊഡ്യൂൾ ഇതുവരെ ഐഫോണിൻ്റെ കേസിൽ വന്നിട്ടില്ല. പിന്നെ ഇത് നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ട് മനസ്സിലാവുന്ന കുറച്ച് ഐസികൾ ഇതാവുന്ന ഒരു വൈഫൈ ഐസി വരുന്നുണ്ട്, നാൻഡ് വരുന്നുണ്ട്. നാൻഡ് നമ്മുടെ 15 സീരീസിൻ്റെ ഒക്കെ അതേ ഒരു സൈസുള്ള നാൻഡ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ എന്താ സീരീസിലൊക്കെ നമ്പറിലൊക്കെ വ്യത്യാസമുണ്ട്. പറയണ്ട 2NB എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമലി ഇതൊരു K5 എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യൽ. പക്ഷെ ഇതിലൊക്കെ നമ്പറിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട്, സീരീസിൽ നമ്പറിലൊക്കെ വ്യത്യാസമുണ്ട്. ഇത്ര ഐസികളാണ് നമുക്ക് പുറത്ത് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ഡബിൾ ഡെക്കർ പോലെ സാൻഡ്വിച്ച് ടൈപ്പ് ഒരു ചെറിയ ബോർഡ് വരുന്നുണ്ട്. ഈ ബോർഡുകളിൽ എന്തൊക്കെ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമുക്ക് ജിൻജാവ ഓപ്പൺ ആക്കി വെക്കാം. ജിൻജാവിൽ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. CPU വരുന്നത് ഈ ഒരു ഷീൽഡിൻ്റെ അടിയിലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കുറച്ചൊരു ഭാഗം എക്സ്റ്റെൻഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ കമ്പണൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. പിന്നെ പവർ മാനേജ്മെൻറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ആ ഐസികൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. പിന്നീട് വരുന്ന NFC IC വരുന്നുണ്ട്, അതെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പിന്നെ ചാർജിങ് IC കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്, ബാക്ക് സൈഡിലാണ് വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ബോർഡിൻ്റെ കാര്യങ്ങൾ. നമുക്ക് ക്യാമറ റിമൂവ് ചെയ്ത് നോക്കാം. ക്യാമറയ്ക്ക് വേറെ കണക്ഷൻസ് ഒന്നും ഇത് അടിയിൽ കുറച്ച് ഗമ്മുണ്ട്, അതുകൊണ്ടാണ് ഇത് കിട്ടാത്തത്.
അതേപോലെ തന്നെ ഈ ഒരു ആൻറ്റിന ഇതിൽ അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു ബോർഡിൻ്റെ കൂളിങ്ങിന് വേറെ എക്സ്ട്രാ കമ്പണൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നാൻഡിൻ്റെ കൂളിങ്ങിന് വേണ്ടി കണ്ടോ ഇവിടെ ഒരു ഗ്രാഫൈറ്റ് ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ CPU-ൻ്റെ ഹീറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ബാക്ക് ബോഡിയിലാണ് അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ടാപ്റ്റിക് എഞ്ചിന് വലിയൊരു ടാപ്റ്റിക് എഞ്ചിൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത്ര വലിയ ടാപ്റ്റിക് എഞ്ചിനേക്കാൾ നല്ലത് വലിയൊരു സ്പീക്കർ അല്ലേനോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. കാരണം 2 സ്പീക്കറൊന്നും ഇല്ലാതെ എങ്ങനെ പരിപാടികൾ നടക്കുക. കണക്ഷൻസ് ഇതിൻ്റെ ഫ്ലക്സാണ് പോകുന്നത് കണ്ടോ, നേരെ ഈ ഒരു ഷീൽഡിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് വർക്ക് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം. കാരണം നേരെ ഇടയിൽ വരുന്ന ഡിസ്പ്ലേൻ്റെ കണക്ഷൻസ് വരുന്നുണ്ട്. വേറെ കവറിങ് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ചെറിയൊരു ഹാർഡ് പ്രസ്സായി പോയി കഴിഞ്ഞാലും ഡിസ്പ്ലേ ലൈൻ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോർഡ് ഇപ്പോൾ ചാർജിങ് ഫ്ലക്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ബോർഡ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നേരെ നമുക്ക് ഇതിൽ കൂടെ അങ്ങോട്ട് എടുക്കാൻ പറ്റും. ഡിസ്പ്ലേ റിമൂവ് ആയിട്ടുണ്ട്. ഡിസ്പ്ലേൻ്റെ ഫ്ലക്സ് അതേപോലെയാണ് വരുന്നത്. അടിയിൽ നിന്ന് നിലക്ക് വന്നിട്ട് ഇവിടെ നിന്നാണ്ട് കണക്ഷനാണ് വരുന്നത്. ഡിസ്പ്ലേൻ്റെ IC നോർമലി സിംഗിൾ IC ആണ് വരുന്നത്. കറക്റ്റ് അറിയില്ല, നമ്മൾ നോക്കിയിട്ട് കഴിയുമ്പോൾ കൂടുതൽ പഠനങ്ങൾ നടത്തിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ ഡിസ്പ്ലേ വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ തിന്നായിട്ടാണ് ഡിസ്പ്ലേ, നല്ല തിന്നാണ്. ഡിസ്പ്ലേ വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് 17 എയറിൻ്റെ കാര്യങ്ങൾ, ഹാർഡ്വെയർ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ വൈകാതെ നമ്മൾ 17 Pro Max, 17 Pro അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പം ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സിലബസാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.